ദീപക് ഇവിടെ വരുന്ന സമയത്ത് ദീപക് കണ്ട കാഴ്ചകളൊക്കെ പലതവണ പ്രേക്ഷകരെ കേട്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ആ ചൂരൽമലയിൽ അവശേഷിക്കുന്നത് 30 വീടുകളാണ്. ഇനിയിപ്പോൾ ഒരു അടുത്തൊരു വെള്ളപ്പൊക്കം വന്നാലും ഇവർ വിളിച്ചാൽ പോലും കേൾക്കാൻ ആൾക്കാരെടുത്തില്ല അല്ലേ ദീപക്? ആ ഒരു അവസ്ഥയായിരുന്നു. അതെ സാർ, നമ്മൾ രാത്രി ഒരു 1:45 ആദ്യം ഒരു കോൾ വരുന്നത്. അപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചപ്പോൾ ഓൾറെഡി ഫയർഫോഴ്സും കൂടെ പുറപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മളവിടുന്ന് ഇവിടെ എത്തി പ്രജീഷിനെയാണ് ആദ്യം ബന്ധപ്പെടുന്നത്. അപ്പോൾ പ്രജീഷ് പറഞ്ഞതുപോലെ ഞങ്ങൾ റെസ്ക്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി പരമാവധി ഫയർഫോഴ്സിനെ വിളിച്ചു. അങ്ങനെ മാനന്തവാടിയുള്ള ഫയർഫോഴ്സ് യൂണിറ്റിനെയും കൂടിയാണ് ഞങ്ങളിവിടെ എത്തുന്നത്. ഞങ്ങൾ എത്തിയപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞത് ചൂരൽമല ടൗൺ എന്ന് പറയുന്ന സ്ഥലം എത്തിയില്ലാന്നാണ് നമുക്ക് തോന്നുന്നത്. മുഴുവൻ ചെളി, ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മളവിടെ സ്ഥിരമായിട്ട് ആ വഴിയൊക്കെ പോകുമ്പോൾ ചായ കുടിക്കുന്നൊരു കടയുണ്ട്. ആ കടകളൊന്നും കാണുന്നില്ല. പക്ഷെ പിന്നീട് കുറച്ച് കഴിഞ്ഞൊരു 5:30 വെളിച്ചം വന്നപ്പോഴാണ് ഈ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷ എവിടെയെങ്കിലും അല്ല എവിടെയെങ്കിലും ഉണ്ടാവുന്ന നമ്മൾ പ്രതീക്ഷ. കാരണം പ്രതീക്ഷ അത്രയ്ക്ക് ആ നാടിന് വളരെ പ്രിയപ്പെട്ടവണ്. എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളൊക്കെ എപ്പോൾ വിളിച്ചാലും കിട്ടുന്ന ഒരാളായിരുന്നു. പിന്നീട് നമ്മളവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയാനകമായ കാഴ്ച. പിന്നീട് അത് നമ്മൾ ലൈവായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ ആ ഉരുൾപൊട്ടൽ നടന്ന വെള്ളാർമല സ്കൂളിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോയപ്പോഴാണ് മൃതശരീരങ്ങളുടെ ഭാഗങ്ങളൊക്കെ കാണുന്നു. അവിടുന്ന് മുകളിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ഗ്രാമമില്ല, റോഡില്ല. നമ്മൾ ആദ്യം വിചാരിച്ചത് മറ്റു മാധ്യമ പ്രവർത്തകർ മുൻപിൽ പോയിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് സ്പീഡ് എടുത്ത് പോയപ്പോൾ അവരോട് എത്തിയിട്ടില്ല. പക്ഷേ അവർ നാടിനെ മൊത്തം തുടച്ച് നീക്കിയതാണെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. അവിടെ പ്രത്യേകിച്ച് മദ്രസ അവിടെ ചെല്ലുമ്പോൾ ദീപകിൻ്റെ കാര്യം പറഞ്ഞാലേ, ദീപക് രാത്രി 1:30 ഫയർഫോഴ്സിന്റെ കൂടെ വന്ന ആളാണ്. അതെ എന്ത് ഫയർഫോഴ്സിന് പറഞ്ഞു. ആദ്യം 12 പേരടങ്ങുന്ന ഫയർഫോഴ്സും 2 റവന്യൂ ഉദ്യോഗസ്ഥര് 3 പോലീസും ദീപക്കുമാണ്. മറ്റൊരാളും ചെയ്യാത്ത, ഒരു മാധ്യമപ്രവർത്തകനും ചെയ്യാത്ത ദീപക് ചെയ്തിട്ടുണ്ട്. അതായത് ദീപക് ചിലരെ രക്ഷിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ ദീപക് എൻ്റെ അടുത്ത് പറയാ തളർത്തറച്ച മൃതദേഹം. അതായത് ആ സമയത്ത് സിദ്ദിഖ് MLA ഡ്രൈവർ ഉണ്ട്, ആളും നമ്മുടെ കൂടെ റെസ്ക്യൂവിനുണ്ടായിരുന്നു. MLA വേറെ വഴിക്ക് പോയി. ആൾ തന്നെ ഒരു 5 മൃതദേഹങ്ങൾ അവിടെ നിന്ന് എടുത്തു. പിന്നെ എനിക്കിത് എടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ പതറിപ്പോയി കണ്ടു കഴിഞ്ഞപ്പോഴൊക്കെ. എന്നാലും നമ്മൾ കുറേ കൂടി പിന്നെ നമ്മൾ പതുക്കെ വാങ്ങി. പിന്നെ ആ സമയത്ത് നമ്മൾ ക്യാമറ എടുത്തില്ല. നമ്മൾ 1 മണി തുടങ്ങിയിട്ട് 6 മണി വരെ ദീപക് ക്യാമറ തൊട്ടില്ല കേട്ടോ. നമ്മൾ 6 മണിക്കാണ് 6 മണിക്ക് ശേഷമാണ് പിന്നീട് നമ്മൾ അവിടെ നിന്ന് എടുത്തെടുത്ത് പോകുന്നത്. അത്രമേൽ ഭീകരമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. നമ്മുടെ ഇനി ഒരു ദിവസങ്ങൾ നമുക്കിതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ പോകുമ്പോൾ മാധ്യമപ്രവർത്തകനുള്ള എക്സ്പീരിയൻസ് അല്ല ദീപക്. അതെ ശരിയാണ്. പ്രത്യേകിച്ച് ഒരു ക്യാമറ കൈകൊണ്ട് പിടിക്കണോ, മൈക്ക് പിടിക്കണോ, മൃതശരീരം പിടിക്കണമോ എന്നറിയാതെ നടക്കുന്നതിൻ്റെ ഇടയിൽ, കാലിൻ്റെ ഇടയിൽ പോലും മൃതദേഹങ്ങൾ കണ്ട്. അപ്പോൾ ദീപക് ആ എക്സ്പീരിയൻസ് അത് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ വന്നപ്പോൾ എനിക്ക് എന്നോടൊന്ന് സംസാരിക്കുന്നത് ബോഡി പാർട്സ് അടക്കം. അതായത് നമ്മൾ ആ വെള്ളാർമല സ്കൂളിൻ്റെ അവിടെ കുറേ മരങ്ങളൊക്കെ ബ്ലോക്കായി. ആ മരത്തിന് മുകളിലൂടെ കയറി പോകുമ്പോൾ ആദ്യം ഒരു മാനിൻ്റെ ജഡാണ് കാണുന്നത്. പിന്നെ അങ്ങോട്ട് കയറി പോകുമ്പം ഒരു കാലിൻ്റെ ഭാഗം കണ്ട് ഒരു മനുഷ്യൻ്റെ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിറങ്ങലിച്ച ആ സമയം. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കൂടി ആ മരം മുറിച്ച് മാറ്റി. അവിടെ നിന്ന് തന്നെ മുകളിലോട്ട് കയറുമ്പോൾ ആദ്യം കാണുന്ന ദൃശ്യം എന്ന് പറഞ്ഞാൽ 2 നില വീടുകൾ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. 2-3 വീടുകൾ. അതിൻ്റെ മുകളിലൊക്കെ ആളുകളുണ്ടായിരുന്നു. ആദ്യത്തെ പൊട്ടിയ സമയത്ത് കയറി നിന്ന ആളുകളൊക്കെ രണ്ടാമത് അവിടുന്ന് പോയി. അപ്പോൾ നമ്മൾ ആകെ ഭയാനകമായൊരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ അവിടുന്ന് ആളുകളുടെ കൂടെ നമ്മളങ്ങ് കൂടി. കാരണം വയനാട്ടുകാരാണ്. തലേദിവസം വൈകിട്ട് ഒരു 5 മണി മുതൽ രാത്രി 1:30 വരെ തുടർച്ചയായ മഴയാണ്. അപ്പം നമുക്കുള്ളിലൊരു പേടിയുണ്ട്, എന്തെങ്കിലും സംഭവിക്കുമോ. ബാണാസുര ഡാം പിറ്റേ ദിവസം തുറക്കും. അതിന് തലേദിവസം പുഞ്ചിരിമട്ടത്തുള്ള ആളുകളെ, മുകളിലുള്ള ആളുകളെ മാറ്റി ചൂരൽമല പുഴയിൽ വെള്ളം കയറി എന്നൊക്കെ നമുക്ക് വിവരം കിട്ടുന്നുണ്ട്. നമ്മളനുസരിച്ച് നീങ്ങുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ആയിരിക്കും എന്ന്. എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയ്ക്ക് ശരിക്കും നമ്മൾ ഭീകരമാണ്.